രാവേട്ടാ ചുണ്ണാമ്പ് തീരാറായി. വാങ്ങാം. കുഞ്ഞമാമായി കുത്തിരിപ്പൊന്ന് അവസാനിപ്പിക്കാവോ? എന്നാ ഉണ്ടാവും വിശപ്പ്. ഇതൊക്കെ എന്റെ കണ്ണി കാണുകയും വേണമല്ലോ. ഡേ, നിന്നോടിപ്പോ മാറാലടിക്കാൻ പറഞ്ഞ ആരാ? അതിനൊക്കെ ഇവിടെ ആവർത്തിക്കുണ്ടല്ലോ. ഭൂഷണേനെ ഇപ്പൊ മാറാലൊക്കെ അടിക്കാൻ പറഞ്ഞു. ആര്? ഞാനാ പറഞ്ഞേ. ഇവിടെ എപ്പോഴും മാറാലെ അടിച്ചു വാരണത് നളിനിയല്ലേ. എന്നത്തെ പോലെയാ ഇന്ന്? എന്റെ അമ്മയെ കണ്ണി ചൊരയില്ല നിങ്ങൾക്കൊക്കെ. ഇനി പുതുപ്പെണ്ണ് വരുമ്പോ അവളുടെ തുണി കൂടെ അലക്കിക്കോ അവളെ കൊണ്ട്. ഏട്ടാ സാരില്ല, ഞാൻ ഓടിയപ്പുറത്ത്. മാലതി ആ ചൂലങ്ങ് വാങ്ങി. മോൾ അപ്പുറത്ത് പോയിരുന്നു. ദൈവത്തെ ഓർത്തൊരു അപേക്ഷ ഉണ്ട്. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. ഇന്ന് സ്കൂളിൽ പോയില്ലേ രണ്ടാളും? 4 മണിക്ക് വന്നതാ. എന്താ അച്ഛാത്? ഒന്നുമില്ല, പോയി കളിച്ചോ. ആ, എല്ലാരും എത്തിയോ? കല്യാണത്തിന് ഒരാഴ്ചയല്ലേ ഉള്ളൂ. ഏട്ടനൊരു സഹായത്തിന് ഞങ്ങൾ എത്തില്ലെങ്കിൽ ഏട്ടനത് വിഷമാവില്ലേ? ആ, അത് നന്നായി. ഇതൊക്കെ എവിടെന്നാ നീ വാങ്ങിയതാ? അല്ല, മേനോൻ സാർ കൊടുത്തു വിട്ടതാ. നിന്റെ മുറിയിലൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് വേണ്ടിയിരുന്നില്ല, നമുക്ക് പണിയേ കുറവുള്ളൂ. അല്ല, കൊടുത്തു വിട്ടപ്പോ വേണ്ടാന്ന് പറയാൻ പാടുണ്ടോ? 10-15 ഉറുപ്പിയുടെ സാധനം ഉണ്ടേ. ശോഭ നല്ല സൗകര്യത്തിൽ വളർന്ന കുട്ടിയല്ലേ. ആയിക്കോട്ടെ, സൗകര്യങ്ങള് നമ്മൾ ഉണ്ടാക്കിയാലും ഉണ്ടാവും. ഇവിടെ വരുമ്പോ ഇവിടത്തെ സൗകര്യങ്ങളോട് തൃപ്തിപ്പെടണം. അങ്ങനെയാ വേണ്ടേ. പുതിയ നളിനിയുടെ അപ്പുറത്തുണ്ട്. ഒന്ന് എന്റെ മുറിയിലേക്ക് വരാൻ പറ്റും? അല്ല, എന്റെ പഴയ ചാരിവസരോ? അത് ഈ പുതിയതൊക്കെ ഇവിടെ ഇട്ടപ്പോ അതിവിടെ ഒരു അഭംഗിയായി തോന്നി. അപ്പൊ അത് മുകളിലേക്ക് മാറ്റിയിട്ടു. പകരം ചൂരൽ നെയ്ത പുതിയതൊരെണ്ണം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. പുതിയതൊന്നും വേണ്ട, ഏട്ടൻ പഴയ ആളല്ലേ. എന്റെ വേർപ്പും ചെളിയൊക്കെ പിടിക്കാൻ പഴയ തുണിക്കസര തന്നെയാ നല്ലത്. അതിട്ടിട്ടുണ്ടാവണം അപ്പങ്ങി എല്ലാരും അങ്ങ് സഹിക്കുക. വല്യേട്ടാ വിളിച്ചോന്ന് പറഞ്ഞു. ആ, വിളിച്ചു. എന്താ വല്യേട്ടാ? പറയാം, നീ ഇരിക്കെ. വലിയേട്ടൻ്റെ അടുത്തിരിക്കെ. അച്ഛൻ മരിക്കുമ്പോ നീ കൈക്കുഞ്ഞ അവിടെ നിന്ന് എല്ലാരെയും വളർത്തി ഈ കുടുംബം ഇത്രത്തോളം എത്തിക്കാൻ വലിയേട്ടൻ പെട്ട പാട് നിനക്ക് മനസ്സിലാവില്ല. മനസ്സിലാവണവര് അതൊക്കെ മറന്നു എന്നാ തോന്നേ. ഇന്ന് വരെ സത്യക്കേട് കാണിച്ചിട്ടില്ല വലിയേട്ടൻ. പക്ഷേ ഇപ്പൊ ചെയ്തു എന്നൊരു തോന്നല്. മനസ്സിന് സമാധാനമില്ല. വല്യേട്ടൻ പറയണത് എനിക്ക് മനസ്സിലാവണില്ല. നളിനിയുടെ കാര്യ ഞാൻ പറയണേ. അവളോടും കുഞ്ഞമ്മാമ്മയോടും ഞാൻ നെറുകേട് കാണിച്ചു. ശരിയാണ് വല്യേട്ടാ. വല്യേട്ടനത് സമ്മതിക്കാൻ പാടില്ലായിരുന്നു. ഞാനത് ഏടത്തിയോട് പറയും ചെയ്തു. എല്ലാം അറിയണ വല്യേട്ടൻ തന്നെയല്ലേ മേനോൻ സാറിനെ പോയി കണ്ട് കല്യാണം ഉറപ്പിച്ചത്. തെറ്റാണ്. വല്യേട്ടൻ സമ്മതിച്ചു കൊടുത്തു. എല്ലാവരുടെ മുമ്പിൽ തോറ്റു കൊടുത്തു. സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ എന്താ ഉണ്ടാവുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ നീ? എന്താ ഒന്നും മിണ്ടാത്തെ? തെറ്റിപ്പിരിഞ്ഞു പോകരുത്. എല്ലാരും വേണം വലിയേട്ടൻ. എന്റെ കണ്ണടയണ വരെ നമ്മുടെ കുടുംബം ഇതുപോലെ ഉണ്ടാവണം. അതുകൊണ്ട് നെറുകേട് കാണിച്ചു. വല്യേട്ടാ, വല്യേട്ടൻ ചെയ്തതാ ശരി. തെറ്റോ ശരിയോ എനിക്കറിയില്ല. എന്നാ വല്യേട്ടൻ ഇപ്പോ ഒരു തെറ്റ് ചെയ്യാൻ പോവാ. ഇവളോട് കാണിച്ച് നെറുകേട് തിരുത്തണം. വിജയന്റെ കല്യാണത്തിന് മുമ്പ് നമുക്ക് ഇവളുടെ കല്യാണം നടത്തിവിടണം. അതിന് വലിയേട്ടന് മുമ്പിൽ ഇപ്പോ ഒറ്റ വഴിയുള്ളൂ. മോഹൻദൻ. വലിയേട്ടനോട് വെറുപ്പ് തോന്നരുത്. അയാള് സമ്മതിച്ചോ? സമ്മതിച്ചു. എന്റെ വാക്ക് വന്നിട്ടില്ല. പിന്നെന്തിനാ വല്യേട്ട എന്റെ അടുത്ത് പറയേണ്ട കാര്യം? നമുക്കത് ഉടനെ പറയണം. നിനക്ക് ആലോചിച്ച ചക്കന. നാളെ നീ എന്റെ നേരെ കഴിച്ചുകൊണ്ടിരുന്നല്ലോ. പേടിയാണ് മോനെ. വലിയേട്ടന് ഇപ്പൊ എല്ലാരും പേടിയാ. ഏട്ടാ, അനുസരണക്കേട് വിചാരിക്കരുത്. എനിക്കിപ്പോ ഒരു കല്യാണം വേണ്ട. ഞാനിവിടെ ഇങ്ങനെ
എങ്ങനെയൊക്കെ കഴിഞ്ഞോളാം. മോളെ, നിനക്ക് വിളിച്ചത് ഇതാണ്. നീ ഈ വീട്ടിനുള്ളിൽ ഗതി കിട്ടാത്ത ആത്മാവ് പോലെ അലയണത് എനിക്ക് കാണാൻ വയ്യ. ഏട്ടനോട് ഇത്രയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഏട്ടന്റെ വാക്കിനായിരുന്നു പറയരുത്. പറയോ? സുധയുടെ ആദ്യം നടക്കട്ടെ, പിന്നെ ആദ്യം നിന്റെ. അവളെക്കാൾ മൂത്ത നീയാ. ഏട്ടനെ നീ വേറെ ഒന്നുമല്ല. സുധേ, നള്ളിയെടുത്തുള്ള സ്വർണ്ണ ഉടുപ്പൊക്കെ താഴെ ഇരിക്കുന്നുണ്ട്. വല്യേട്ടന് 3 പോയി വാങ്ങിയതാ. ഇഷ്ടമായ നോക്ക്. കരയാതെ ചെല്ലു കുട്ടിയെ. വാ നല്ലേടത്തി. എന്തിനാടി വിഷമിക്കണേ? എന്നോട് പറഞ്ഞ പോരായിരുന്നു. ഞാൻ അവരോട് സംസാരിക്കായിരുന്നല്ലോ. കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനെ സങ്കടപ്പെട്ടു. വേണ്ടായിരുന്നു. സാരല്ലടി, താഴണ്ടപ്പോ താഴണം. എന്നാലും മനസ്സിനൊരു സമാധാനായി. കുഞ്ഞമ്മാവോടും അമ്മയോടും വിജയനോടും എല്ലാരോടും ചെന്ന് പറയേ, 2 കല്യാണം നടക്കാൻ പോണേ. വെള്ളിയാഴ്ച നള്ളിയുടെ, ഞായറാഴ്ച വിജയന്റെ. ഇല്ലേ? മണവാട്ടി പെണ്ണ് ചേരും. ഇപ്പൊ ഒരു തമിഴത്തിയുടെ ചായ ഉണ്ട്. നല്ലെടുത്തേ. അയ്യേ കരയേ. എന്താ ഇത്? നല്ല ചേലുണ്ട്. മാലതി പറഞ്ഞില്ലേ കാര്യം? ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ കുഞ്ഞമാമ ഇത്? എന്റെ പൊന്നു പോലെടാ നീ, എന്റെ പൊന്നു പോൽ. കാര്യം പെൺകുട്ടികളെ പ്രായമായ കല്യാണം കഴിച്ചു വിടണം. അല്ലെങ്കിൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല. വിട്ടാലോ അവരിറങ്ങി പോകുമ്പോ അത് സഹിക്കാനും വയ്യ. അമ്പയെ കെട്ടിച്ചു പോയപ്പോ ഒരാഴ്ച എനിക്ക് ഊണുമില്ല, ഉറക്കമില്ല. വല്ലാത്തൊരു ഇടപാടാ. കെട്ടിയ പെണ്ണെ കൊണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതെ, എന്നാലും ഇനി 2-3 മാസത്തേക്ക് വലിയ വിഷമാ. എന്നാലോ 1-2 കൊല്ലം കൂടെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് 5-6 ദിവസം കൂടുതൽ നിന്നാ പേടിയാ. എന്താണാവോ പ്രശ്നം? പിണങ്ങിപ്പോന്നതാണോ അല്ലെങ്കിൽ ഇറക്കി വിട്ടതാണോ? മനുഷ്യന്മാരുടെ കാര്യേ വല്ലാത്ത കെട്ടുപണത്തിലാ. ഇതിപ്പോ കുഞ്ഞമ്മാമയും കൂടിയാ പോണേ. അത് അതിനേക്കാൾ പ്രശ്ന. എന്റെ ചിറകൊടിഞ്ഞ പോലെ ആവും. കൊയ്ത്തിന്റെ സമയാവല്ലേ? എന്നാ കൊയ്ത്ത് കഴിയുന്നവരെ മൂപ്പരോട് നിൽക്കട്ടെ. വേണ്ട, നളിനിയെ പിരിഞ്ഞിരിക്കാൻ വിഷമുണ്ടാവും. മൂപ്പരിവിടെ ഉണ്ടായത് കൊണ്ട് എനിക്ക് സഹായമൊന്നുമില്ല. അറിയാലോ, കമഴ്ന്ന് കിടക്കണ പ്ലാവിലെ എടുത്ത് മലർത്തിയിടില്ല. എന്നാലും എനിക്ക് ദേഷ്യം വന്നാലോ സങ്കടം വന്നാലോ 4 ചീത്ത പറഞ്ഞ് മെക്കിട്ട് കയറാലോ. അതെ, ഒന്നിങ്ങോട്ട് വന്നേ. എന്തേ? കുഞ്ഞുമാമ ഭയങ്കര കരച്ചില്. എന്തിന്? ചോദിച്ചിട്ടൊന്നും പറയണില്ല. എന്താടാ ഇത്? എന്തിനാ നീ ഇങ്ങനെ കരയണേ? കാര്യം എന്താന്ന് പറയേ. കുഞ്ഞമ്മാമേ, എന്താ എന്താ ഉണ്ടായേ? എന്താമേ? അവന് പോണ വിഷമം കൊണ്ടായിരിക്കും. ഓഹോ, നള്ളിയുടെ കൂടെ അല്ലേ പോണേ? പിന്നെന്തിനാ കുഞ്ഞമ്മാമ വിഷമിക്കണേ? 3 നില ചെറുപ്പം മുതലേ കുഞ്ഞമ്മാമയ്ക്ക് അറിയാം. കുഞ്ഞമ്മാമയ്ക്ക് അവിടെ സുഖമായിരിക്കും. എനിക്ക് വേണ്ട സുഖം. മരിക്കണവരെ എന്റെ ചാട്ടവും ചീത്ത കേട്ട് കഴിഞ്ഞാൽ മതി. എന്താ കുഞ്ഞമ്മാമ ഈ പറഞ്ഞേ? എന്നെ പറഞ്ഞു വിടരുത് പോലെ. എന്നാ കുഞ്ഞമ്മാമ ഇവിടെ നിൽക്കട്ടെ ഏട്ടാ. കുഞ്ഞമ്മാമ ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പോണ്ടേ പോണ്ട, അത് നല്ല തമാശ. എന്നാ രാഹുകാലത്തിന് മുമ്പ് നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. അച്ഛൻ ഇവിടെ നിൽക്കട്ടെ. യാത്ര ഒന്നും പറയാൻ നിൽക്കണ്ട, വേഗം പോ. എല്ലാരും കൂടെ മനുഷ്യനായിട്ട് വലയ്ക്ക. പോവാം, ലേറ്റ് ആയെങ്കിൽ ബസ്സില്ല.